ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിലെ 4ാമത്തെ എപ്പിസോഡ് കാണാം. ഫൂ ആണെങ്കിൽ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നത്. അവൾ അവൻ്റെ പുറകെ നടന്നത് ഡിസൈനർ കമ്പനിയുടെ ചാൻസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവൻ്റെ കാശ് മോഹിച്ചിട്ടോ അവൻ ഉദ്ദേശിച്ച രീതിയിലത്തെ ഒരു പെണ്ണല്ല അവൾ. അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എനിക്ക് എന്തേ ഒരു ചാൻസ് തരാത്തേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നും പറഞ്ഞ് കരയുന്ന കണ്ടിട്ട് അവനാകെ വിഷമം തോന്നുന്നുണ്ട്. കുറ്റബോധം തോന്നിയിട്ട് അവൻ അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഫിക്സ്ഡ് സ്റ്റാർ കമ്പനിയിലെ ഡിസൈനറാണോ? അവൾ പറയും, പിന്നല്ലാതെ ഞാൻ എന്താ. അപ്പോൾ അവനിങ്ങനെ അവളുമായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ റീവൈൻഡ് ചെയ്ത് ഓർത്ത് നോക്കുകയാണ്. അവൻ വേറൊരു കണ്ണിലൂടെയാണ് അവളെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ഒരു സെൻസ് വരുന്നുണ്ട്. അവൻ വീണ്ടും ചോദിക്കും, അപ്പോൾ നീ പറഞ്ഞത് മുഴുവൻ ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ചാണോ? അവൾ പറയും, എനിക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കും പ്രൈഡുണ്ട്, എനിക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൻ അവളോട് സോറി പറയാണ്, ഞാൻ നിന്നെക്കുറിച്ച് തെറ്റായിട്ടാണ് വിചാരിച്ചിരുന്നത്, അതിനെല്ലാം സോറി. അത്രയും പറയുമ്പോഴത്തേക്കും അവൾ ആകെ ക്ഷീണിച്ചിട്ട് അവൻ്റെ പുറത്തേക്ക് തന്നെ വീഴാണ്. അവനുടനെ അസിസ്റ്റൻറ്റ് ചെന്നിനെ വിളിച്ചിട്ട് പറയും, എടാ നീ വേഗം ഒരു പെൺകുട്ടികളുടെ ഔട്ട്ഫിറ്റ് കൊണ്ടുപോവാ. എന്നിട്ട് അവളെ എടുത്ത് മുകളിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസമാവും അവളിങ്ങനെ ഉറക്കി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അവനിങ്ങനെ സ്ക്രീനിൽ നോക്കി നിൽക്കുകയാണ്. അവൾ വന്നിട്ട് മിസ്റ്റർ ഫൂ എന്ന് പറയുമ്പോൾ അവൻ പറയും, നീ എഴുന്നേറ്റോ, ഇന്നത്തേക്ക് ഇത്രയും മതി, മീറ്റിംഗ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാം എന്ന് പറയുകയാണ് അവൻ ആക്ച്വലി സ്ക്രീനിൽ ബോർഡ് മെമ്പേഴ്സുമായിട്ട് മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പോൾ ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഇവൻ്റെ കൂടെ ഇവളെ കാണുകയാണ്. അവരൊക്കെ ഇങ്ങനെ ഞെട്ടി അവളെ നോക്കുകയാണ്. അവൾ അപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ അവൾ അവൻ്റെ പുറകെ ചെന്ന് ഒളിക്കും. അവരൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് സ്ക്രീൻ ഓഫ് ആക്കുമ്പോൾ അവൾ അവനോട് സോറി പറയുകയാണ്, ഞാൻ കണ്ടില്ലായിരുന്നു നിങ്ങൾ മീറ്റിങ്ങിലായിരുന്നു എന്ന്. അവനാണെങ്കിൽ ആളാകെ മാറി. അവൻ നേരത്തെ അവളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് ആ രീതിയിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ അവളോട് ഭയങ്കര കെയറിങ് ആണ്. നീ എഴുന്നേറ്റോ, നിനക്ക് ഇപ്പോൾ ഹെഡ് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ തലയിൽ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനിതെന്താ പറ്റിയേ, ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നിട്ട് പറയും, സോറി ഫൂ, എനിക്കിന്നലെ എന്താ സംഭവിച്ചതെന്ന് ഒരു ഓർമ്മയും ഇല്ല. എന്തായാലും ഞാൻ നിങ്ങളെ ട്രബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ ഉടനെ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞ് അവൾ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവൻ പറയും, വെയിറ്റ്, നിനക്കെൻ്റെ പ്രോജക്റ്റ് വേണം എന്നല്ലേ പറഞ്ഞേ, ഞാൻ തന്നെ എൻ്റെ പ്രോജക്റ്റിൻ്റെ ബിഡിങ്ങിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ അവൾക്കാകെ സന്തോഷമാവുകയാണ്. ശരിക്കും ആണോ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, 3 ദിവസം കഴിഞ്ഞിട്ടാണ് ബിഡിങ് നടക്കുന്നത്, ഇതൊരു ചാൻസാണ് നിനക്ക് നിന്നെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട്. എന്നിട്ട് അവളുടെ ഡിസൈൻ തന്നെ അവൾക്ക് കൊടുക്കുകയാണ് അവൻ. അപ്പോൾ അവൾ അതിശയിച്ച് നോക്കുകയാണ്, നീ ഇത് ശരിക്കും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നോ ഫൂ? അവൻ പറയും, നിൻ്റെ ഡിസൈൻ നല്ലതാണ്. അപ്പോൾ അവൾ ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു പറയും. പക്ഷേ ഒരു ഓക്വേർഡ് ഫീലിംഗ് വരുന്നത് കൊണ്ട് അവളുടനെ കൈമാറ്റും. അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായോ? അവൾ പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോഴേക്കും അവനൊരു കോൾ വരും. അവൻ്റെ ഗ്രാൻഡ് പേ ആണ് വിളിക്കുന്നത്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അവനെ കുറേ വഴക്ക് പറയുകയാണ്. നീ ഫൂ ഫൗണ്ടേഷൻ്റെ CEO ആയപ്പോൾ നിനക്ക് എല്ലാം ആയി എന്നാണോ നിൻ്റെ വിചാരം? നീ ഇപ്പം എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ അവൻ പറയും, അങ്ങനെയൊന്നുമല്ല ഗ്രാൻഡ് പാ. അപ്പോൾ ഗ്രാൻഡ് പാ പറയും, പിന്നെ നീ എന്തിനാ ഷെങ്മിയാനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്? ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നിൻ്റെ വിചാരം? അപ്പോൾ അവൾക്കിത് ചെറിയ സൗണ്ടിലാണെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൂപ്പൻ ഉടനെ കട്ട് ചെയ്യാണ് കോള്. അപ്പോൾ ഉടനെ തന്നെ അവൻ ഷെങ്മിയാന് മെസ്സേജ് അയക്കുകയാണ്, നാളെ എൻ്റെ കൂടെ ഗ്രാൻഡ് പേ കാണാനായിട്ട് വരണം. ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ വന്നിട്ട് സംസാരിക്കരുത്. അവൾ തന്നെയാണല്ലോ ഷെങ്മയാൻ. അപ്പോൾ അവൾക്കുടനെ മെസ്സേജ് വരികയാണ് ഫോണിൽ. അവൾ തിരിച്ചവന് മെസ്സേജ് ഇടും, ഓക്കെ കുഴപ്പമില്ല, ഞാൻ എന്തായാലും നാളെ വരും. അവൻ ആ മെസ്സേജ് കണ്ടിട്ട് ഫോൺ മാറ്റി വയ്ക്കും. അപ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ മിസ്റ്റർ ഫൂ, നിങ്ങൾ ബാഡ് മൂഡിലാണോ, എന്തെങ്കിലും സംഭവിച്ചോ? അവൻ പറയും, ഏയ് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് അനോയിങ് തിങ്സ്, അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം അവൾ ഫുൾ കവർ ചെയ്ത് സൺഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനാണ് പെണ്ണി എന്നവനെ അറിയിക്കരുത്. അവൻ അറിയുവാണെങ്കിൽ ഇവളുടെ ആ ഡിസൈനർ സ്റ്റുഡിയോയുടെ കോപ്പറേഷൻ ചിലപ്പോൾ ഫെയിലാവാനായിട്ട് ചാൻസ് ഉണ്ട്. അവളിങ്ങനെ ഗ്രാൻഡ് പേയുടെ സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവനും അതേ വഴി വരുന്നുണ്ട്. അവൾ അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ അവരിപ്പോൾ പരസ്പരം കണ്ടുമുട്ടും. അപ്പോഴേക്കും അവൾക്കൊരു കോൾ വരുന്നുണ്ട്. അവനും ഒരു കോളിലാണ്. അവളുടെ അച്ഛനാണ് കോൾ ചെയ്യുന്നത്, ഷെങ് വൂയാൻ, അവളുടെ 2ാം അമ്മയുടെ മകളുണ്ടല്ലോ. അവൾ ഹോസ്പിറ്റലിലാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും പറഞ്ഞ് അച്ഛനാണ് വിളിക്കുന്നത് അവളെ. അവനാണെങ്കിൽ അപ്പോൾ അവളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഈ കോള് പോകുന്നില്ല, കാരണം അവൾ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോൺടാക്ട് ചെയ്ത നമ്പർ ബിസിയാണെന്നാണ് അവനോട് പറയുന്നത്. ഇപ്പം കണ്ടുമുട്ടുമായിരുന്ന അവർ പരസ്പരം വഴിമാറി പോവുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഗ്രാൻഡ് പേയുടെ ഹൗസിൽ മൗണ്ടനിൽ മെഡിറ്റേഷന് പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഇവരെ കാണണമെന്നും പറഞ്ഞ് ഇവനെ ഇന്നലെ വിളിച്ചത്.
അവനുണ്ട്, പക്ഷെ അവൾ അവിടെ ഇല്ലല്ലോ. അവൾ അച്ഛൻ വിളിച്ചത് കാരണം പോയി. അവൾ എവിടോട്ടാ പോയെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഗ്രാൻഡ്പ ചോദിക്കുന്നുണ്ട്, ഷെങ്മിയാൻ എവിടെ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, പെട്ടെന്ന് അവൾക്ക് ചിലപ്പോൾ അപ്പൻഡിസൈറ്റിസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാൻഡ്പ വടിയെടുത്തിട്ട് അവനിങ്ങനെ തല്ലാനായിട്ട് പോവുകയാണ്. ഒന്ന് പോടാ, അവനും അവൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവും. ഷെങ്മിയാനാണെങ്കിൽ പിറ്റേ ദിവസം ഗ്രാൻഡ്പയെ കാണാനായിട്ട് അവിടെ വരികയാണ്. ഗ്രാൻഡ്പ പറയും, നീ എന്തായാലും എന്നെ കാണാനായിട്ട് വന്നല്ലോ, പോരാത്തതിന് നീ എനിക്ക് പ്രസൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കത് വളരെ ഇഷ്ടമായി. അവളെന്നിട്ട് ഗ്രാൻഡ്പയോട് സോറി പറയും. തലേ ദിവസം ഞാൻ വരാതിരുന്നത് മനഃപൂർവ്വം അല്ല, ഒരു ഫാമിലി മാറ്റർ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ പോയത്. ഗ്രാൻഡ്പ പറയുമേ, ഒരു സ്ട്രേഞ്ചറിനെ പോലെ സംസാരിക്കരുത്, ഞാൻ അത്രയ്ക്ക് നാരോ മൈൻഡഡ് ഒന്നും അല്ല. എന്നിട്ട് പറയും, അവനും കൂടി ഇവിടെ വേണ്ടതായിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? അവൾ പറയും, അങ്ങനെയൊന്നുമില്ല. അവൾ പറയും, പക്ഷെ ഫൂ ആണെങ്കിൽ അധികം ഇങ്ങനെ ചിരിക്കാറൊന്നുമില്ല. ഗ്രാൻഡ്പ പറയും, കൊച്ചിലേ മുതലേ അവൻ ഒറ്റ കുട്ടിയല്ലായിരുന്നോ, അവൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ എപ്പോഴും ബിസിനസ്സുമായിട്ട് തിരക്കിലുമായിരുന്നു, അവൻ ഒറ്റയ്ക്കാണ് വളർന്നത്. കാണുമ്പോൾ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും അവൻ നല്ല മനസ്സുള്ളവനാ. പുറത്തോട്ട് അവനൊന്നും കാണിക്കില്ലെങ്കിലും വളരെ സെൻറ്റിമെൻ്റലും ഇമോഷണലുമാണ് അവൻ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, അവൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ നീ അവനെ നന്നായിട്ട് നോക്കണം. അപ്പോൾ അവൾ പറയും, ഉറപ്പായിട്ടും ഗ്രാൻഡ്പ പറയും, ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രായമായില്ലേ, ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവൾ പറയും, അങ്ങനെയൊന്നുമില്ല ഗ്രാൻഡ്പ ഇപ്പോഴും ഹെൽത്തിയാണ്, ആ ദിവസം വരുമ്പോൾ ഗ്രാൻഡ്പയും ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ഗ്രാൻഡ്പയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നിട്ട് പറയും, അവൻ വളരെ നോട്ടിയാണ്, ഞാൻ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വഴക്ക് കൊടുത്തില്ലെങ്കിൽ അവൻ നന്നാവത്തില്ല. എന്നിട്ട് അവനൊരു വോയിസ് മെസ്സേജ് ഇടുകയാണ്, എടാ ഷെങ്മിയാൻ ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, അവൾ നല്ലൊരു കൊച്ചാണ്, നിങ്ങൾക്ക് കുട്ടി പെട്ടെന്നാകാനും അവൾ തയ്യാറാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നീ അവളെ പൊന്നുപോലെ നോക്കണം. ഇത് കേൾക്കുമ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, തീർന്നു, ഇതും കൂടെ കേൾക്കുമ്പോൾ അവൻ എന്നോട് നല്ല ദേഷ്യമായിരിക്കും. അവനാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. ഈ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ അസിസ്റ്റൻറ്റിനോട് പറയുകയാണ്, നമുക്ക് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നിനക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കാർ എടുക്കുകയാണ്. ഗ്രാൻഡ്പ ഉടനെ അവളോട് പറയും, കണ്ടോ നീ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ നിന്നെ കാണാനായിട്ട് ഓടി ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്, അവന് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ അവളാകെ അവതാളത്തിലാവുകയാണ്. കാരണം അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവളാണ് ഷെങ്മിയാനാണ് പെന്നി എന്നൊക്കെ അവൻ മനസ്സിലാക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവളുടെ സ്റ്റുഡിയോയുടെ ഡീലും നഷ്ടപ്പെടും. അവളവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. ഗ്രാൻഡ്പയോട് പറയും, ഗ്രാൻഡ്പ എനിക്ക് പോയിട്ട് ഒരു അർജൻറ്റ് മാറ്റർ ഡീൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഗ്രാൻഡ്പ പറയും, ഇല്ല നീ ലഞ്ച് കഴിച്ചിട്ട് പോയാൽ പോരെ. അവൾ പറയും, അത്യാവശ്യം ആയതുകൊണ്ടാണ് ഗ്രാൻഡ്പ. അവസാനം ഗ്രാൻഡ്പ സമ്മതിക്കും. അവൻ്റെ കാറാണെങ്കിൽ ഗ്രാൻഡ്പയുടെ വില്ലയുടെ ഗേറ്റിനടുത്തെത്തി. അവൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഗേറ്റ് തുറന്ന് നടന്നു വരികയാണ്. അവനാണെങ്കിൽ അത്ഭുതപ്പെട്ടിട്ട്, പെന്നി നീ എന്താ ഇവിടെ എന്നിങ്ങനെ അവളോട് ചോദിക്കുകയാണ്. അവളും അവനെ കണ്ട ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കും. അടുത്ത വീഡിയോസിനായി കാത്തിരിക്കണം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.